6 മണിക്ക് പഠിക്കാനിരിക്കാമെന്ന് കരുതി 8 മണിയായി. 8 മണിക്ക് പഠിക്കാമെന്ന് കരുതി 10 മണിയായി. ഇങ്ങനെ പറഞ്ഞ് കരുതിയിരുന്ന് സമയം പോയ കാലം കഴിഞ്ഞു മക്കളെ. ക്രിസ്മസ് എക്സാം എത്തി മക്കളെ. എൻ്റെ പൊന്നു മക്കളെ, ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താണെന്നറിയാമോ? എന്താ ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്നറിയാമോ? +2 ബോട്ടണിയിലെ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഓരോന്ന് വെയിറ്റേജ് ഏതൊക്കെ, പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഏതൊക്കെ, ഇതൊക്കെ പറഞ്ഞു തരാൻ വന്നെയാണ് എൻ്റെ പഞ്ചാര മുഞ്ചാരകളെ, മൊഞ്ചത്തുകളെ, തകിടുകളെ, എൻ്റെ എല്ലാം ആയവരെ. എൻ്റെ പൊന്നുമക്കളെ, ഓണം എക്സാമിന് 2 ചാപ്റ്റർ ബോട്ടണി എന്നുള്ളൂ. എന്നാൽ ക്രിസ്മസ് എക്സാമിലേക്ക് വന്നപ്പോഴോ ഏകദേശം 4 ചാപ്റ്റർ ഉണ്ട്. ബയോടെക്നോളജി 1, 2, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ കൂടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചാപ്റ്ററുകൾ ഉണ്ട്, ഒരുപാട് ടെൻഷൻ ഉണ്ട്. പക്ഷെ സമയമോ കുറച്ച് മാത്രമേ ഉള്ളൂ സാറേ. കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് ചാപ്റ്ററുകൾ പഠിച്ചെടുക്കാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ വേഗം നമുക്ക് ഓരോ ചാപ്റ്ററേയും വെയിറ്റേജും ചാപ്റ്ററിന്റെ ഓരോ ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. വേഗം പാടാ പഞ്ചാരകളെ. പൊന്നുമക്കളെ, സെക്ച്വൽ റീപ്രൊഡക്ഷൻ എന്ന ക്വസ്റ്റ്യൻ വരും. ഫസ്റ്റ് ടോപ്പിക്കിൽ ഫസ്റ്റ് എക്സാമിന് വന്നതാ, ഫസ്റ്റ് ടൈം എക്സാമിന്. രണ്ടാമത്തെ ബയോടെക്നോളജിയും ഉണ്ട്, ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷനും ഉണ്ട്, ഓർഗാനിസം പോപ്പുലേഷനും ഉണ്ട്. ഇത്രയും ഇത് രണ്ടും ഉണ്ട് ഇവിടുത്തെ എക്സാമിന്. ഇത് അടുത്ത മോഡൽ എക്സാമിന് മാത്രമേ ഉള്ളൂ മക്കളെ. നോക്കി വെക്കണം. ഈ 4 ചാപ്റ്റർ ഉണ്ട്. ഈ 2 ചാപ്റ്റർ ഉള്ളെന്ന് പരിധി പോകല്ലേ. ബയോടെക്നോളജി 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. 3 ഇല്ല, ഓർഗാനിസം പോപ്പുലേഷൻ ഉണ്ട്. സെക്ച്വൽ റീപ്രൊഡക്ഷൻ ഓണം എക്സാമിന് വന്നല്ലേ സാറേ, ക്രിസ്മസ് എക്സാമിന് ഉണ്ടാകില്ലല്ലോ എന്ന് മണ്ടത്തരം കരുതരുത്. ഉണ്ട്. ഓക്കെ, ഓരോ ചാപ്റ്ററിനും വെയിറ്റേജ് 6 മാർക്ക് 6 മാർക്ക് 6 മാർക്ക് 6 മാർക്ക്. ഇത് മെയിൻ എക്സാമിന് ചോദിക്കുന്ന വെയിറ്റേജ് ആണ് കേട്ടോ. ഓക്കേടാ, എന്നാ വേഗം 2023 സെക്ച്വൽ റീപ്രൊഡക്ഷനിൽ സെക്കൻഡ് ടൈമിന് 5 മാർക്കേ ചോദിച്ചുള്ളൂ. കാരണം ഇതിൽ നിന്ന് കുറെ ക്വസ്റ്റ്യൻ ഫസ്റ്റ് ടൈമിന് വന്നുപോയി. അതുകൊണ്ടാണ് സെക്കൻഡ് ടൈമിൽ അത്രയും ക്വസ്റ്റ്യൻ ചോദിക്കാത്തത്. ബയോടെക്നോളജി 9 മാർക്ക് കണ്ടോ. ബയോടെക്നോളജി ആപ്ലിക്കേഷൻ 10 മാർക്ക്. ഓർഗാനിസം പോപ്പുലേഷൻ കമ്പാരിറ്റീവ്ലി വെയിറ്റേജ് കുറവുള്ള ചാപ്റ്ററാ. ഓക്കെ, ഇങ്ങനെ 2023 ഫസ്റ്റ് ടൈമിന് ഇത്രയും ക്വസ്റ്റ്യനുകൾ വന്നിട്ടുണ്ട്. 5, 9, 10, 5. നിങ്ങൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് ഈ 2 ചാപ്റ്ററാ. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഈ 2 ചാപ്റ്ററിനാണ് നിങ്ങൾ നോക്കി വെച്ചേക്കണം. ബയോടെക്നോളജി 1ഉം 2ഉം പഠിച്ച് കഴിഞ്ഞിട്ട് ഓർഗാനിസം പോപ്പുലേഷൻ പഠിക്കുക, പിന്നെ സെക്ച്വൽ റീപ്രൊഡക്ഷൻ പഠിക്കുക. എന്നാ നമുക്ക് ബോട്ടണി പഠിച്ചാലോ എന്ന് കരുതി ആദ്യമേ പോയിട്ട് സെക്ച്വൽ റീപ്രൊഡക്ഷൻ പഠിക്കല്ലേ, പിന്നെ സിമ്പിൾ ആണെന്ന് കരുതിയിട്ട് ഓർഗാനിസം പോപ്പുലേഷനും പഠിക്കല്ലേ. ആദ്യം ബയോടെക്നോളജി 1 പഠിക്കുക, 2 പഠിക്കുക, പിന്നെ ഓർഗാനിസം പോപ്പുലേഷൻ പഠിക്കുക, പിന്നെ സെക്ച്വൽ റീപ്രൊഡക്ഷൻ പഠിക്കുക. ഓക്കെ മക്കളെ, ഓരോ ചാപ്റ്റർ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കോടെ ഞാനങ്ങ് പറഞ്ഞു തന്നേക്കാമെന്ന് കരുതി മക്കളെ. ബയോടെക്നോളജി 1 എന്നുള്ള എന്താ ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജി എന്തൊക്കെയാ? ജനറ്റിക് എഞ്ചിനീയറിംഗ്, ബയോ പ്രോസസിംഗ് എഞ്ചിനീയറിംഗ്. ആ 2 പ്രിൻസിപ്പിൾ ഓർത്ത് വെക്കണം. റെസ്ട്രിക്ഷൻ എൻസൈമുകൾക്ക് പേര് കൊടുക്കുന്നത് ഏതാ? ഫസ്റ്റ് റെസ്ട്രിക്ഷൻ എൻസൈം ഏതാ? റെസ്ട്രിക്ഷൻ എൻസൈമിന്റെ ടൈപ്പുകൾ ഏതൊക്കെ? ഇതൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, നോക്കി വെച്ചേക്കണേടാ. ഏജ് എന്ന് പറഞ്ഞാൽ എന്താ സാറേ, വയസ്സാണോ? അല്ലടാ, ഏജ് എന്ന് പറഞ്ഞാൽ അഗറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. അതിൽ എങ്ങനെയാണ് വേർതിരിക്കുന്നത് DNA കഷ്ണത്തെ? DNA-കളെ അതിൽ എങ്ങനെയാണ് കാണാൻ പറ്റുക? അതിന് DNA-കളെ വേർതിരിക്കുന്ന സ്റ്റെപ്പിന്റെ പേരെന്താ? എലൂഷൻ. അതൊക്കെ ചോദിക്കാറുണ്ട്. PCR, 1 ജീന്, 2 ജീന്, 4 ജീന്, 8 ജീന്, ജീനുകളുടെ എണ്ണം കൂട്ടാൻ ആംപ്ലിഫിക്കേഷൻ നടത്താൻ ഉപയോഗിക്കുന്ന സാധനം PCR. അതിലെ സ്റ്റെപ്പുകളൊക്കെ നോക്കി വെച്ചേക്കണം. ബയോ റിയാക്ടറിന്റെ ഫിഗർ അത് ഓരോ ലേബൽ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഡൗൺ സ്ട്രീം പ്രോസസ് എന്താ? പ്രൊഡക്റ്റിനെ പ്യൂരിഫൈ ചെയ്യുക, സെപ്പറേറ്റ് ചെയ്യുക, പ്യൂരിഫൈ ചെയ്യുക ബയോ റിയാക്ടർ എന്ന പ്രൊഡക്റ്റിനെ. അതിനെ ഡൗൺ സ്ട്രീം പ്രോസസ് എന്ന് വിളിക്കുക. അതൊന്ന് ഓർത്ത് വെക്കണം. പിന്നെ കോമ്പിറ്റന്റ് ഹോസ്റ്റ്, ഒരു ഹോസ്റ്റിനെ എങ്ങനെ കോമ്പിറ്റന്റ് ആക്കാം, സ്റ്റെപ്പുകൾ ഓർത്ത് വെക്കണം. ഡൈവാലന്റ് അയോണുകൾ കൊണ്ട് പ്രവർത്തിപ്പിക്കുക, ഐസിൽ വെക്കുക, ഹീറ്റിൽ വെക്കുക, പിന്നെയും ഐസിൽ വെക്കുക. ആ സ്റ്റെപ്പ് ഓർത്ത് വെക്കണം. പിന്നെ PBr322 അതിന്റെ ഫിഗർ എപ്പോഴും ചോദിക്കാറുണ്ട്. വെറി കിങ്ങിണി മക്കളെ, PBr322 അതിന്റെ ഫിഗർ. അതിലെന്താ? ഈ ചിത്രം തന്നിട്ട് അതിലെ സെലക്ടബിൾ മാർക്കർ ആരാന്ന് ചോദിക്കും. ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ എന്താന്ന് ചോദിക്കും. ROP ജീൻ എന്തിനാണെന്ന് ചോദിക്കും. പിന്നെ ചോദിക്കുക ഇൻസെക്ഷണൽ ഇനാക്ടിവേഷൻ എന്താ, ഇതൊക്കെ ചോദിക്കും. ഇത്രയും പഠിച്ചു എൻ്റെ പൊന്നു മക്കളെ. ബയോടെക്നോളജി സെക്റ്റാ. മെയിൻ എക്സാമിന് ഇത്രയും മതി, ക്രിസ്മസ് എക്സാമിന് ഇത്രയും മതി, മോഡലിനും ഇത്രയും മതി മക്കളെ. അടുത്ത ബയോടെക്നോളജി 2 വാടാ. ആദ്യം ചോദിക്കാം ബയോടെക്നോളജിനെ എങ്ങനെ അഗ്രികൾച്ചറിൽ ഉപയോഗിക്കാം, ബയോടെക്നോളജിനെ എങ്ങനെ മെഡിസിനിൽ ഉപയോഗിക്കാം. ഇത് രണ്ടുമായി എപ്പോഴും ക്വസ്റ്റ്യൻ വരിക.
അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ BT കോട്ടൺ എങ്ങനെ ഉണ്ടാക്കാം, പെസ്റ്റ് റെസിസ്റ്റന്റ് പ്ലാന്റ് എങ്ങനെ ഉണ്ടാക്കാം, RNA ഇന്റർഫറൻസ് വെരി വെരി കിങ്ങിണി മക്കളെ എപ്പോഴും ചോദിക്കാറുള്ള RNA ഇന്റർഫറൻസിലെ സ്റ്റെപ്പുകൾ എഴുതാൻ നോക്കി വെച്ചേക്കണേടാ. RNA ഇന്റർഫറൻസിലെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാ സാറേ ബയോടെക്നോളജി മെഡിസിനിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുക, എങ്ങനെ ഇൻസുലിൻ ഉണ്ടാക്കിയെടുക്കുന്നു, എങ്ങനെ ജീൻ തെറാപ്പി നടത്തുന്നു, എങ്ങനെ മോളിക്യുലാർ ഡയഗ്നോസിസ് നടത്തുന്നു. ഈ 3 കാര്യങ്ങളും ഓർത്ത് വെച്ചാൽ ബയോടെക്നോളജി സെക്കൻഡും കംപ്ലീറ്റ് ആയി. പിന്നെ ട്രാൻസ്ജീനിക് ആനിമൽസ് എന്തിനൊക്കെ വേണ്ടിയാ ട്രാൻസ്ജീനിക് ആനിമൽസ് ഉണ്ടാക്കുന്നത്, ട്രാൻസ്ജീനിക് ആനിമൽസിന്റെ ഉപയോഗം എന്താണ്, അതിന് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റുകൾ ഏതൊക്കെ, പശുവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, കൗവ്, ട്രാൻസ്ജീനിക് കൗ എന്നുള്ള പ്രൊഡക്റ്റിന്റെ ഉപയോഗം എന്താ, അങ്ങനെ ഒരുപാട് ട്രാൻസ്ജീനിക് ആനിമൽസിന് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്, ആ ബെനിഫിറ്റ് എഴുതി വെക്കണം. ട്രാൻസ്ജീനിക് ആനിമൽസിന്റെ ബെനിഫിറ്റ് പഠിച്ചു വെച്ചേക്കണം ചോദിക്കാറുണ്ട്. ലാസ്റ്റ് ചോദിക്കുക എത്തിക്കൽ ഇഷ്യൂവാ, അതിൽ ബയോ പേറ്റന്റ് എന്താ, ബയോ പൈറസി എന്താ, ഈ 2 ടോപ്പിക്ക് നോക്കി വെച്ചാൽ മതി. അതിൽ നിന്ന് ചോദിക്കാറുള്ളൂ. ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ വരുമ്പോൾ ചെറിയ ചാപ്റ്ററാ, വലിയ ചാപ്റ്റർ ആയിരുന്നു പണ്ട്, ഇപ്പൊ ചെറിയ ചാപ്റ്ററാ. അത് ചോദിക്കുക ലെവൽസ് ഓഫ് എക്കോളജി എന്തൊക്കെ, ഓർഗാനിസം ലെവൽ ഉണ്ട്, പോപ്പുലേഷൻ ലെവൽ ഉണ്ട്, കമ്മ്യൂണിറ്റി ലെവൽ ഉണ്ട്, ബയോം ലെവൽ ഉണ്ട്. ആ ലെവൽസ് ഓഫ് എക്കോളജി നോക്കി വെക്കണം. പോപ്പുലേഷന്റെ പ്രത്യേകതകൾ, അതിനെ പോപ്പുലേഷൻ അട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കുക, അത് നോക്കി വെക്കണം. പിന്നെ പോപ്പുലേഷൻ ഗ്രോത്ത്, 2 ടൈപ്പ് ഗ്രോത്താ കാണിക്കുക പോപ്പുലേഷൻ. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കാണിക്കും, ലോജിസ്റ്റിക് ഗ്രോത്ത് കാണിക്കും. എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കാണിക്കുമ്പോൾ കിട്ടുന്ന കർവ് ഏതാ, J ഷേപ്പ്ഡ് കർവ. ലോജിസ്റ്റിക് ഗ്രോത്ത് കിട്ടുന്ന കർവ് ഏതാ, S ഷേപ്പ്ഡ് കർവ. അതൊക്കെ നോക്കി വെക്കണം. പിന്നെ പോപ്പുലേഷൻ ഇന്ററാക്ഷൻ വെരി വെരി കിങ്ങിണി മക്കളെ, പോപ്പുലേഷൻ ഇന്ററാക്ഷൻ ചോദിക്കാറുണ്ട്. ഏതൊക്കെയാ സാറ് ഇന്ററാക്ഷൻ, പ്രിഡേഷന്, കോമ്പറ്റീഷന്, പാരസൈറ്റിസം, കമൻസാലിസം, മ്യൂച്വലിസം. ഈ ഇന്ററാക്ഷൻ നോക്കണം. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരിക ഇന്ററാക്ഷൻ ആണ്. ഇന്ററാക്ഷനിൽ ഓരോന്ന് നോക്കണം. സൈനുകൾ വെച്ച് തരുന്നുണ്ട്, പോസിറ്റീവ്, മ്യൂച്വലിസം, പോസിറ്റീവ്, പോസിറ്റീവ്, അങ്ങനെ ഓരോ സൈൻ ഉണ്ട്. ആ സൈനും കൂടി നോക്കി വെച്ചേക്കണം. 2 സൈൻ തന്നിട്ട് ഏത് ഇന്ററാക്ഷൻ ആണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇത്രയും പഠിച്ചോ മക്കളെ, തീർന്നടാ. സമയം തള്ളിക്കളഞ്ഞ കാലം തീർന്നു, പഠിക്കേണ്ട സമയമെത്തി. ഇനിയും കളിച്ച് നടക്കല്ലേ എടാ. വേണ്ടതൊക്കെ ചുപ്പോട്ട് തരുന്നുണ്ട്. ക്വസ്റ്റ്യൻ സീരീസ് ആണെങ്കിലും വെയിറ്റേജ് ആണെങ്കിലും ടോപ്പിക് ആണെങ്കിലും പഠിക്കേണ്ടതൊക്കെ തരുന്നുണ്ട്. പഠിച്ചേക്കണേടാ. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് കരുതി. കുറേ ചാപ്റ്ററും കുറഞ്ഞ ടൈമും അല്ലേ, പ്രഷർ കൊണ്ട് തലയിൽ നിൽക്കുന്ന ടൈമാ. ആ പ്രഷർ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയാ ബോട്ടണീൻ്റെ വെയിറ്റേജുമായിട്ട് ഞാൻ വന്നത്. അപ്പോൾ നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങളൊന്ന് ഈ വീഡിയോ ഉപകാരപ്പെട്ടോ അതിൻ്റെ താഴെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. എന്താണെന്നറിയോ സാർ, ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത അല്ലെ ഏറ്റവും ടഫായിട്ടുള്ള ചാപ്റ്റർ ഇതാണ്, നിങ്ങളുടെ ഏറ്റവും ടഫായിട്ടുള്ള ചാപ്റ്റർ ഏതാ, അതൊന്ന് കമൻറ്റ് ചെയ്യണേടാ. അത് അടുത്തടുത്ത ക്ലാസ്സിൽ എടുത്ത് തരാമല്ലോ. ഇത്രയും ഈ സെക്കൻഡ് ടൈമിലുള്ള ഇത്രയും ചാപ്റ്ററുകളിൽ ഏറ്റവും ടഫ് ചാപ്റ്റർ ഏതാണ് ഒന്ന് കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് ഒന്ന് ഞങ്ങളോട് എനിക്ക് പറയാനുള്ളൂ. ബെസ്റ്റ് ഓഫ് ലക്ക് മക്കളെ. ഓണമല്ല, ക്രിസ്മസ് അല്ല, മോഡലല്ല, മെയിൻ എക്സാം ഏതായാലും നമ്മൾ തകർക്കോടാ പഞ്ചാര മുഞ്ചാരകളെ. ബൈ.